നമസ്കാരം. സ്പൈഡർമാൻ, സൂപ്പർമാൻ്റെ പവർ നമ്മളെപ്പോഴും മോഹിപ്പിക്കും. എന്നാൽ സൂപ്പർ പവറിനൊപ്പം ലേശം മനുഷ്യത്വം കൂടി ഉൾച്ചേർന്ന ആളാണെങ്കിലോ? വൈകാരികതയും അതിമാനുഷികതയും തമ്മിൽ എന്നും സംഘർഷത്തിലാകുമ്പോൾ നായകനെ പ്രതീക്ഷിക്കുന്ന പതിവ് ആരാധകർ ചിലപ്പോൾ നിരാശരായി പോകും. അവരുടെ ഹീറോ അപ്പോൾ മനുഷ്യൻ്റെയും അതിമാനുഷ്യൻ്റെയും ഇടയിൽപ്പെട്ട് സംഘർഷത്തിലായിരിക്കും. ഈ സ്പൈഡർമാനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടതിൻ്റെ തുടർച്ചയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കരുതി. കുറച്ച് വൈകിട്ടാണ്, മക്കളെയും കൂട്ടിയിട്ടാണ് സിനിമ കണ്ടത്. നമ്മളൊക്കെ സജീവമായിട്ട് സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് വിദേശ സിനിമകളിൽ നിറയെ ഒരു ഭാഗത്ത് ജാക്കി ചാനും ജെറ്റ്ലിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ഭാഗത്ത് റാംബോയും പിന്നെ ടെർമിനേറ്ററുകളും ഒക്കെ വരും. അവിടെ ടെർമിനേറ്റർ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്നൊരു സങ്കടം ഉണ്ടല്ലോ, അതിപ്പോഴും ഉള്ളിലുണ്ട്. മൂന്നാമതൊരു ഭാഗത്ത് ജെയിംസ് ബോണ്ടും ഉണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലാണ് 2002 സ്പൈഡർമാൻ കയറി വരുന്നത്. ആദ്യം അത്രയ്ക്കൊന്നും ബോധിച്ച കഥാപാത്രവും സിനിമയൊന്നും ആയിരുന്നില്ല എനിക്കത്. എന്നാൽ പതിയെ ഇഷ്ടപ്പെട്ടു വന്നത് ആണ്. പീറ്റർ പാക്കറുടെ ഒരനുഭവം ഉള്ളിലുണ്ടായിരുന്നു. ഈ 2026 ബ്രാൻഡ് ന്യൂ ഡേ വന്നപ്പോൾ മക്കളെയും കൂട്ടി കാണുമ്പോൾ അവരുടെ കാഴ്ചയ്ക്കും അനുഭവവേദ്യമാകുന്ന സിനിമയായി സ്പൈഡർമാൻ വരുമ്പോൾ അതിശയം അവസാനിക്കുന്നേയില്ല. അതുകൊണ്ടുകൂടി സ്പൈഡർമാനിലൂടെ സഞ്ചരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വൈകിട്ടാണെങ്കിലും വന്നത്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, ലോക സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ സംഭാഷണങ്ങളിലൊന്നാണ്. ഈ വാചകം വെറുതെ ഒരു സൂപ്പർ ഹീറോയുടെ ഡയലോഗല്ല, മനുഷ്യജീവിതത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള വലിയ പ്രഖ്യാപനം കൂടി ആണ്. അതുകൊണ്ടുകൂടിയാണ് സ്പൈഡർമാൻ മറ്റേതൊരു സൂപ്പർ ഹീറോയെയും പോലെ വെറും അത്ഭുത ശക്തികളുടെ പ്രതീകമായി മാത്രം നിൽക്കാത്തത്. മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയും വേദനകളെയും പ്രണയത്തെയും നഷ്ടങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന കഥാപാത്രമായിട്ട് അയാൾ ലോകം കീഴടക്കിയത്. 1962 സ്റ്റാൻലിയും സ്റ്റീവ് ഡിറ്റ്കോയും ചേർന്ന് സൃഷ്ടിച്ച ഒരു മാർവൽ കോമിക്സ്. അതിലെ നായകൻ പീറ്റർ പാർക്കർ, പഠനത്തിൽ മിടുക്കനായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സുഹൃത്തുക്കൾ അധികമില്ലാത്ത, പ്രണയത്തിൽ ആശയക്കുഴപ്പങ്ങളുള്ള, കുടുംബത്തെക്കുറിച്ച് ആശങ്കകളുള്ള ഒരു കൗമാരക്കാരൻ. അതുവരെ ശീലിച്ച ജയം മാത്രം നേടി വന്ന സൂപ്പർ ഹീറോകൾക്ക് അപവാദമായി പീറ്റർ പാർക്കർ. ആ സാധാരണക്കാരന് ഒരു ചിലന്തിയുടെ കടിയിലൂടെ അസാധാരണ ശക്തികൾ ലഭിക്കുന്നു. പക്ഷേ ആ ശക്തികളെക്കാൾ വലിയ വെല്ലുവിളികൾ ജീവിതം സമാന്തരമായി അവന് സമ്മാനിക്കുന്നു. അതാണ് സ്പൈഡർമാനെ ഇന്നും ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാക്കി നിലനിർത്തുന്നത്. പുസ്തകത്തിൽ സൃഷ്ടിക്കപ്പെട്ട് 40 വർഷത്തിന് ശേഷം 2002 ആദ്യമായി സ്പൈഡർമാൻ വെള്ളിത്തിരയിലെത്തി. അതോടെ ഏത് കാലത്തെയും അതിജീവിക്കുന്ന കഥാപാത്രമായി മാറി. 2002 അന്നിറങ്ങിയ സ്പൈഡർമാൻ മുതൽ 24 വർഷത്തിന് ശേഷം ഈ 2026 സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ വരെ ആഘോഷിക്കപ്പെടുന്നത് ഏത് തലമുറയോടും ആശയവിനിമയത്തിന് ആ കഥാപാത്രത്തിലൂടെ കഴിയുന്നു എന്നതുകൊണ്ടുകൂടിയാണല്ലോ. എന്നെയും എൻ്റെ മക്കളെയും ആസ്വദിപ്പിക്കുന്ന വിധത്തിലേക്ക് അത് സാർവകാലികമായി നിലനിൽക്കുന്നു. ആകെ 3 അഭിനേതാക്കളിലൂടെ 11 സ്പൈഡർമാൻ സിനിമകളാണ് എത്തിയത്. അതിൽ 2 ആനിമേഷൻ സിനിമകളായിരുന്നു. അതുകൂടാതെ സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലുള്ള സീരീസുകൾ ഉണ്ട്. മനുഷ്യനിൽ നിന്ന് ചിലന്തി മനുഷ്യനിലെത്തി നിൽക്കുന്ന ആത്മസംഘർഷത്തിലേക്ക് കടന്ന പീറ്റർ പാർക്കറുടെ കഥ. മാതാപിതാക്കളെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. അമ്മാവനായ ബെൻ പാർക്കറും അമ്മായി മെയ് പാർക്കറും ചേർന്നാണ് വളർത്തിയത്. ശാസ്ത്രത്തിൽ താല്പര്യമുള്ള പീറ്റർ ഒരു ശാസ്ത്ര പ്രദർശനത്തിനിടെ ജനിതകമാറ്റം വന്ന ചിലന്തിയുടെ കടിയേൽക്കുന്നു. അതോടെ ശരീരത്തിന് വലിയ മാറ്റങ്ങൾ. എല്ലാ അർത്ഥത്തിലും അയാൾ ഒരു സൂപ്പർ പവറുള്ള ഹീറോയായി. ഇതൊന്നും പക്ഷേ സന്തോഷിപ്പിക്കുന്നില്ല അവനെ. അമ്മാവൻ ബെൻ്റെ കൊലപാതകം ജീവിതം മാറ്റിമറിക്കുന്നു. ഒരിക്കൽ തടയാമായിരുന്ന കുറ്റവാളിയെ തടയാതിരുന്നതാണ് പിന്നീട് ബെൻ്റെ മരണത്തിന് കാരണമായത് എന്ന് തിരിച്ചറിയുന്ന പീറ്റർ ജീവിതകാലത്ത് മുഴുവൻ ആ കുറ്റബോധം ഉള്ളിൽ ചുമക്കുന്നു. അപ്പോഴാണ് ബെൻ പറഞ്ഞ ആ വാക്കുകൾ ജീവിത ദർശനമാകുന്നത് അയാളുടെ. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇതാണ് എല്ലാ സ്പൈഡർമാൻ കഥകളുടെയും ആത്മാവായി കരുതുന്നത്. മനുഷ്യനായ പീറ്റർ പാർക്കറുടെ ഏറ്റവും വികാരഭരിതമായ അവതരണം ഉണ്ടായതായി പലരും പറയുന്നത് ടോബി മഗ്വയറിൻ്റെ ആദ്യ 2 അവതരണത്തിലാണ്. ആദ്യ സ്പൈഡർമാൻ സിനിമകളുടെ ഒന്ന് സ്പൈഡർമാൻ 2002, സാം റെയ്മി സംവിധാനം ചെയ്ത 2002 പുറത്തിറങ്ങിയ ഈ ചിത്രം സൂപ്പർ ഹീറോ സിനിമകളുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതി. വെള്ളിത്തിരയിൽ സ്പൈഡർമാൻ്റെ ചരിത്രയാത്ര അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ടോബി മഗ്വയർ അവതരിപ്പിച്ച പീറ്റർ യഥാർത്ഥ മനുഷ്യനായിരുന്നു. പ്രണയിനിയായ മേരി ജെയിനെ സ്നേഹിക്കുന്ന സുഹൃത്ത് ഹാരി ഓസ്ബോണിനെ നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ള, അമ്മായിക്ക് വേണ്ടി പണം കണ്ടെത്താൻ വിഷമിക്കുന്ന ചെറുപ്പക്കാരൻ. സൂപ്പർ ഹീറോകളും കരയും എന്ന് വിളിച്ചു പറഞ്ഞ ചിത്രം. 2004 സ്പൈഡർമാൻ 2 ഇറങ്ങുന്നു. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ ചിത്രങ്ങളായി ഇന്നും വിലയിരുത്തപ്പെടുന്ന സിനിമ. ഈ 2ാം ഭാഗത്തിലാണ് ഡോക്ടർ ഒക്ടോപ്പസ് എന്ന വില്ലൻ എത്തിയത്. ഇവിടെ പീറ്റർ സ്വന്തം ശക്തി പോലും നഷ്ടപ്പെടുത്തുന്നുണ്ട്. സ്നേഹവും ഉത്തരവാദിത്വവും തമ്മിലുള്ള സംഘർഷവും അവനെ ശാരീരികമായും ബാധിക്കും. ഇതാണ് സ്പൈഡർമാനെ ബാറ്റ്മാനിൽ നിന്നും സൂപ്പർമാനിൽ നിന്നും ഒക്കെ വേറിട്ട് നിർത്തുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. സ്പൈഡർമാൻ 3 2007 സമാന മാനസികാവസ്ഥ ആവിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇതോടെ ഈ 3 സിനിമകളോടെ ടോബി മഗ്വയറുടെ അധ്യായം അവസാനിച്ചു. പിന്നീട് ആൻഡ്രൂ ഗാർഫീൽഡ് എത്തുകയാണ് 2012 അമേസിംഗ് സ്പൈഡർമാനിലൂടെ. കൂടുതൽ യാഥാർത്ഥ്യവും കൂടുതൽ പ്രണയവും
മാർക്ക് വെബിൻ്റെ സംവിധാനത്തിൽ പീറ്റർ പാർക്കറായി ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ അവതരണം വ്യത്യസ്തമായി. ഗ്വെൻ സ്റ്റേസിയുമായുള്ള പീറ്ററിൻ്റെ പ്രണയം, പിന്നാലെ 2012 അമേസിംഗ് സ്പൈഡർമാൻ 2. സ്പൈഡർമാൻ സിനിമകളിലെ വേദനാജനകമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഗ്വെൻ സ്റ്റേസിയുടെ മരണമായി ആരാധകർ കരുതുന്നു. നിർണായക നിമിഷത്തിൽ പീറ്ററുടെ വല അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു നിമിഷം വൈകിയതോടെ കൈവിട്ടു പോകുന്നു. ആ പരാജയം ജീവിതം മുഴുവൻ അവനെ വേട്ടയാടുന്നു. സ്പൈഡർമാൻ വെറും സൂപ്പർ ഹീറോ മാത്രമല്ല, മനുഷ്യൻ കൂടിയായി മാറിയ സന്ദർഭം. അതിന് പിന്നാലെ 2018 സ്പൈഡർമാൻ ഇൻ ടു ദി സ്പൈഡർ വേഴ്സ് എന്ന ആനിമേഷൻ ചിത്രം. 2023 അക്രോസ് ദി സ്പൈഡർ വേഴ്സും ആനിമേഷനായിരുന്നു. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മനുഷ്യരൂപത്തിലെത്തുന്നത് ജോൺ വാട്സിൻ്റെ സംവിധാനത്തിൽ 2017 സ്പൈഡർ ഹോം കമ്മിങ് എന്ന സിനിമയിലൂടെയാണ്. ടോം ഹാളണ്ട് എന്ന എക്കാലത്തെയും സ്വീകാര്യനായ സ്പൈഡർമാൻ വന്നു. ഇപ്പോഴത്തെയും സ്പൈഡർമാൻ. 2019 ഫാർ ഫ്രം ഹോം, 2021 നോ വേ ഹോം. കൂടുതൽ വൈകാരികത എന്നതാണ് ടോം ഹാളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ പ്രത്യേകത. മനുഷ്യനും അതിമാനുഷ്യനും തമ്മിലുള്ള അസ്തിത്വ സംഘർഷങ്ങൾ അടയാളപ്പെടുത്തിയ സിനിമകൾ. നോ വേ ഹോമിൻ്റെ വലിയ പ്രത്യേകത 3 തലമുറകളിലെ 3 സ്പൈഡർമാൻമാരും ഒന്നിച്ചു എന്ന അപൂർവതയാണ്. ടോബി, ആൻഡ്രൂ, ടോം. സിനിമ അവസാനിപ്പിക്കുമ്പോൾ ലോകം മുഴുവൻ പീറ്റർ പാർക്കറെ മറക്കുന്നു. എന്നാൽ അവൻ ലോകത്തെ മറക്കുന്നില്ല. ഒടുവിൽ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ വീണ്ടും അവതരിക്കുകയാണ്. ഡസ്റ്റിൽ ഡാനിയൽ ക്രട്ടൺ സംവിധാനം ചെയ്ത ചിത്രം. ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി കടന്ന കളക്ഷൻ കണക്കുകളൊക്കെ നിങ്ങൾ വാർത്തകളായി കാണുന്നുണ്ടാകും. അത്രമാത്രം ആഴത്തിലാണ് സ്പൈഡർമാൻ്റെ പവർ. ലോകം അവനെ മറന്നിട്ടും അവൻ ന്യൂയോർക്കിൻ്റെ രക്ഷകനായി എത്തുകയാണ്. വീണ്ടും ജീവിതം, ലോകം പുനർനിർമ്മിക്കാൻ. സൂപ്പർമാനല്ല, ബാറ്റ്മാനല്ല, പിന്നെ എന്താണ് സ്പൈഡർമാൻ ഇത്ര വലിയ പ്രത്യേകത എന്ന ചിന്തയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തുക. സ്പൈഡർമാനെ ലോകം ഇഷ്ടപ്പെടുന്നത് അയാളുടെ ജീവിത വഴികളിലും അയാളുടെ മാനസിക സംഘർഷങ്ങളിലും ഒക്കെയാണ് എന്ന ചിന്തയിലേക്കാണ്. അത് അവൻ വെറും ലോകത്തിലെ ശക്തനായ ഒരാളായതുകൊണ്ടല്ല. പലപ്പോഴും അയാൾ തോൽക്കുന്നു, കരയുന്നു, പ്രണയ നൈരാശ്യത്തിലാകുന്നു, സുഹൃത്ത് നഷ്ടത്തിൽ ദുഃഖിക്കുന്നു, പണമില്ലാതെ ജീവിക്കുന്നു, ജോലി പോകുന്നു, പരീക്ഷയിൽ പരാജയപ്പെടുന്നു, വീട്ടുവാടക നൽകാൻ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ അയാൾ നമ്മളെപ്പോലെ തന്നെയാണ്. വ്യത്യാസം ഒന്ന് മാത്രം, എല്ലാം നഷ്ടപ്പെട്ടിട്ടും അടുത്ത ദിവസം വീണ്ടും എഴുന്നേറ്റ് നഗരത്തെ രക്ഷിക്കാൻ പോകുന്നു എന്നത്. ഇതേസമയം ഈ രണ്ടവസ്ഥകളിലും അയാൾ സംഘർഷത്തിൽ അകപ്പെടുന്നുണ്ട്. അസ്തിത്വ വ്യഥയുടെ നായകനാകുന്നുണ്ട്. മാനുഷനോ അതിമാനുഷനോ എന്ന ചിന്തയിൽ. പീറ്റർ പാർക്കറുടെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണ് എന്നത് തന്നെയാണ്. പീറ്ററോ സ്പൈഡർമാനോ? ഈ ഇരട്ട ജീവിതമാണ് അവൻ്റെ ഏറ്റവും വലിയ വേദന. ജീവിതത്തിനൊപ്പം ജീവിക്കണോ അല്ലെങ്കിൽ നഗരം രക്ഷിക്കണോ? പ്രണയം തിരഞ്ഞെടുക്കണോ? ഉത്തരവാദിത്തം സ്വന്തം ജീവിതമാണോ മറ്റുള്ളവരുടെ സുരക്ഷയോ? പീറ്റർ നേരിടുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ഒരു ആക്ഷൻ കഥാപാത്രം മാത്രമല്ല, ഒരു തത്വചിന്ത കൂടി വഹിക്കുന്ന, മനുഷ്യനും സൂപ്പർ ഹീറോയും തമ്മിലുള്ള സംഘർഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അതൊക്കെ പറയാനും സഹാനുഭൂതിയുടെ സൂപ്പർ ഹീറോയായി അവതരിക്കാനും അയാൾക്ക് കഴിയുന്നു. മറ്റു സൂപ്പർ ഹീറോകളെപ്പോലെ ശക്തി പ്രകടിപ്പിക്കാനല്ല സ്പൈഡർമാൻ ഇറങ്ങുന്നത്. അവൻ സാധാരണ മനുഷ്യനെ രക്ഷിക്കാൻ. ഒരു കുഞ്ഞ്, ഒരു വൃദ്ധ, ഒരു അഗ്നിബാധ, ഒരു ട്രെയിൻ, ഒരു പാലം, ന്യൂയോർക്ക് നഗരം. അവൻ ആദ്യം കാണുന്നത് അപകടത്തിലാണ് എന്ന് അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെയാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ. 24 വർഷമായി സിനിമയിൽ സ്പൈഡർമാൻ വിജയിക്കുന്നത് മികച്ച വിഷ്വൽ എഫക്റ്റുകൾ കൊണ്ട് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഊഞ്ഞാലാടാനുള്ള കഴിവ് കൊണ്ട് മാത്രവുമല്ല, അയാളുടെ മനുഷ്യത്വം കൊണ്ടുകൂടിയാണ്. ഓരോ പരാജയത്തിന് ശേഷവും എഴുന്നേൽക്കാനുള്ള മനസ്സ്, നഷ്ടങ്ങൾക്കിടയിലും സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയം, സ്വന്തം ജീവിതത്തെക്കാൾ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് വില നൽകുന്ന ഉത്തരവാദിത്ത ബോധം. ഇതാണ് പീറ്റർ പാർക്കർ എന്ന കഥാപാത്രത്തെ കാലാതീതനാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ഒരു മാസ്ക് ധരിച്ച സൂപ്പർ ഹീറോ മാത്രമായി നിൽക്കുന്നില്ല. ഓരോ സാധാരണ മനുഷ്യൻ്റെയും പ്രതിഫലനമായി അടയാളപ്പെടുത്തുന്നു. നമ്മളെപ്പോലെ തെറ്റുകൾ ചെയ്യുന്നയാൾ, വേദനിക്കുന്നയാൾ, അതെല്ലാം അതിജീവിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നയാൾ. അതുകൊണ്ടാണ് തലമുറകൾ എത്രയെത്ര മാറുമ്പോഴും, അഭിനേതാക്കൾ മാറിയിട്ടും, കഥകളുടെ രൂപം മാറിയിട്ടും സ്പൈഡർമാൻ ഇന്നും ലോകത്തിൻ്റെ പ്രിയപ്പെട്ട നായകനായി തന്നെ അവതരിക്കാൻ കഴിയുന്നത്. ഒടുവിൽ ആളുകൾ ഓർക്കുന്നത് അയാളുടെ ചിലന്തി വലകളെയോ അത്ഭുത ശക്തികളെയോ അല്ല, അവൻ മനുഷ്യനായി നിലനിൽക്കാൻ നടത്തിയ പോരാട്ടത്തെയാണ്. ഇനിയും പോരട്ടെ സ്പൈഡർമാൻ കഥകൾ. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.